ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ദീപിക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ എൻ്റെ മാത്സ് എക്സാമിൻ്റെ ഒരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ നമ്മളെ എക്സാമൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് നല്ല ടഫായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. മാത്സിൻ്റെ എക്സാം നല്ല ടഫായിരുന്നു. ചിലവരൊക്കെ പറയുന്നത് എന്താ എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ലെവലൊക്കെ ആയിരുന്നു. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കുറ്റം പറയാൻ പറ്റില്ല. അവർ ലെവൽ കൂടുന്നതിനനുസരിച്ച് നമ്മളും അതുപോലെ ഇമ്പ്രൂവ് ചെയ്ത് വരണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മാത്സിൻ്റെ ഒരു മെയിനായിട്ടുള്ള എക്സാം ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്കൂളിൽ നിന്നാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇട്ട് ചെയ്യാറ്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് ഇതേപോലെ പ്രിപ്പയർ ചെയ്തിട്ട് മാത്സിൻ്റെ എക്സാമിന് പോയാൽ പോരാ, നന്നായിട്ട് പഠിക്കണം. ഒരു നോർമൽ ഒരു കുട്ടി ആ 2 ദിവസം ഇരുന്ന് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് പോയവർക്ക് വരെ നല്ല ടഫായിരുന്നു ആ ഒരു എക്സാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ആ 2 ദിവസം ഇരുന്ന് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എല്ലാം പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് ഒരു ആവറേജ് എക്സാം പോലെ എഴുതായിരുന്നു. പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ വ്യാഴാഴ്ച ഒരു അക്ഷരം പഠിച്ചില്ല. എന്നിട്ട് വെള്ളിയാഴ്ച വന്നിട്ട് എല്ലാം ഇരുന്ന് പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് എക്സാമിന് പോവാം, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈസി ആയിട്ട് എഴുതാമെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എക്സാം അല്ലെങ്കിൽ ടഫായി. എന്നിട്ട് ഞാൻ പിന്നെ വെള്ളിയാഴ്ച രാവിലെ എണീറ്റ് പഠിക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് ഫസ്റ്റ് മറ്റേ സൈലത്തിൻ്റെ 5 മണിക്കൂറിൻ്റെ ലൈവ് ഉണ്ടായിരുന്നു മിനിങ്ങാന്നത്തെ. അപ്പോൾ അതായിരുന്നു എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ചാപ്റ്റർ ട്രിഗണോമെട്രി ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സൈലത്തിന് ഗൈഡ് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലത്തെ ബുക്കിൽ ആ ട്രിഗണോമെട്രീൻ്റെ നോട്ട്സൊക്കെ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ ക്ലാസ് കാണാമെന്ന് വെച്ചിരുന്നു. അപ്പോൾ ആദ്യം അത് വായിച്ചു, പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പേ അറിയുന്നത് ഫസ്റ്റ് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, പിന്നെ ട്രിഗണോമെട്രി, സ്ട്രെയിറ്റ് ലൈൻ, സീക്വൻസ് ആൻഡ് സീരീസ്, ഈ ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ക്ലാസ്സിൽ മന്ത്ലി ടെസ്റ്റും പിന്നെ ചാപ്റ്റർ വൈസ് എക്സാമൊക്കെ ഇടുമ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഉത്തരം ചെയ്യാവുന്ന രീതിയിൽ ഞാൻ പഠിച്ചു വെച്ച സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും അതെല്ലാം മറന്നുമായി. നമ്മൾ ഈ ക്ലാസ് കാണുമ്പോഴത്തേക്കും ആദ്യമായിട്ട് കാണുന്ന പോലും കേൾക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എനിക്ക് പഠിക്കുന്ന ഓർമ്മയുണ്ടായിരുന്നെന്ന് പറയുന്നത് സെറ്റ്സ് എന്നൊക്കെ വെച്ചറിയാം, പിന്നെ ട്രിഗണോമെട്രിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അറിയായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിന് കൈ കിട്ടിയപ്പോൾ എനിക്ക് മര്യാദയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് സെറ്റ്സ് എന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ബാക്കിയൊക്കെ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചങ്ങ് എഴുതി. പിന്നെ ഞങ്ങളുടെ എക്സാം ഹാളിൽ നിന്നിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചർ പകുതി ആയപ്പോഴത്തേക്കും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ചായ കുടിക്കാനായിരിക്കും അറിയില്ല. അപ്പോൾ ടീച്ചർ തിരിച്ചു വന്നപ്പോഴത്തേക്കും പറഞ്ഞു, മാത്സ് ടീച്ചറും കണ്ടിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഇങ്ങനെ പറഞ്ഞു, എക്സാം നല്ല ടഫായിരുന്നു, ടീച്ചർക്ക് എന്നെ ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എന്തോ ഒരു ആശ്വാസമായി. നമ്മളിവിടെ ഇങ്ങനെ കിളി പോയി ഒരു ആൻസർ കിട്ടാണ്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ടീച്ചർ ഇങ്ങനെ വന്നപ്പോൾ ഒരു ഒരു ആശ്വാസം. എന്താണെന്ന് വെച്ചാൽ നമ്മളിനി ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് പേപ്പർ കിട്ടും. അപ്പോൾ സമയത്ത് എന്തായാലും ടീച്ചർക്ക് മനസ്സിലായി ഈ അത്യാവശ്യം ടഫായിരുന്നു, ടീച്ചർക്ക് എന്നെ ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇങ്ങനെ ടീച്ചർ വഴക്കും അറിയില്ലായിരിക്കും, മാർക്ക് കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ ട്രിഗണോമെട്രീൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സാറ് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഗുഡ് നോട്ട്സ് അതിൻ്റെ അറ്റത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അവിടുന്ന് തന്നെ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ കുറേ നേരം ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഇടയ്ക്ക് തന്നെ വർക്കൗട്ട് ചെയ്തു. പിന്നെ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ട്രിഗണോമെട്രീൻ്റെ വേറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വേറെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എക്സാമൊക്കെ ടഫായി. പിന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ആശ്വസിക്കാം, നമ്മളെ ഫൈനൽ എക്സാമൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ ഇനി ഫൈനൽ എക്സാമിനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇതേപോലെ ഒന്നും പഠിച്ചാൽ പോരാ, നല്ല ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് വേണം പഠിച്ചാലാണ് നമുക്ക് കുറച്ചെങ്കിലും ഒരു മാർക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് വരാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ടെക്സ്റ്റ് തന്നെ അടിപൊളിയായിട്ട് നന്നായിട്ട് ഇരുന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതേ ഉള്ളൂ, എന്ത് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും. ഇനി എന്തായാലും ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് വെക്കേഷൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമ്പായിരിക്കും, മിക്ക സ്കൂളിലും ക്യാമ്പായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇനി സ്റ്റഡി വ്ളോഗൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ടിപ്സിൻ്റെ ട്രിക്സിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ട്രിഗണോമെട്രീൻ്റെ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതങ്ങ് തീർക്കാമെന്ന്. അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ ഇരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അറിയാണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ കുറേ നേരം റീൽ കണ്ടുകൊണ്ടിരിക്കും. പിന്നെ സമയം പോകുന്നതേ അറിയില്ല. പിന്നെ ചില സമയത്ത് യൂട്യൂബിൽ വേറെ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ ടൈം അങ്ങനെ ഡിസ്ട്രാക്റ്റഡായി അങ്ങനെ പോയി. എന്നിട്ട് ട്രിഗണോമെട്രി പകുതി ക്ലാസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആയിരുന്നു ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ബാക്കി പഠിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞാൻ എനിക്ക് അറിയുന്ന സമയമൊക്കെ ഞാനിങ്ങനെ സ്പീഡിലിട്ട് സ്കിപ്പ് ചെയ്ത് പോയി. അങ്ങനെ കുറേ നേരം പഠിച്ചുകൊണ്ടിരുന്നു.
പിന്നെ ഞാൻ കേട്ടത് കുറേ കുട്ടികൾക്കൊക്കെ കരച്ചിൽ വന്നു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സമയത്ത് എന്നൊക്കെയായിരുന്നു കേട്ടത്. ചിലപ്പോൾ അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ആ 2 ദിവസമായിരുന്നു നന്നായിട്ട് പഠിച്ച് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് A+ കിട്ടണം എന്നുള്ള രീതിയിൽ പോയവരായിരിക്കും ഇങ്ങനെ ടഫായ രീതിയിൽ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക. പക്ഷേ എനിക്കെന്തോ അങ്ങനെ വിഷമമൊന്നും വന്നില്ല. ഒരു ആവറേജ് എബോവ് ആവറേജ് എക്സാം എഴുതാമെന്ന് വിചാരിച്ച് പോയപ്പോൾ ബിലോ ആവറേജ് ആയിപ്പോയി. അപ്പോൾ ഞാനങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്തെങ്കിലും ആവട്ടെ വെച്ച് അങ്ങനെ ഇരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് വന്നു. 3 മണിക്കായിരുന്നല്ലോ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ബാക്കി പഠിക്കാൻ വേണ്ടി ഇരുന്നു. എന്നിട്ട് ഞാൻ ബാക്കി ട്രിഗണോമെട്രിയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ സാധനമാണ്. ഇപ്പോഴും ആ ട്രിഗണോമെട്രിയും വെച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് ഗൈസ്. 2 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരുന്നു ആ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനതെടുത്ത് എന്താ ചെയ്തത്, ഒരു 4, 5, 6 മണിക്കൂറും വെച്ചുകൊണ്ടായിരുന്നു ആ ചാപ്റ്റർ ഇരുന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാൻ ഡിസ്ട്രാക്റ്റഡായി പോവും. കുറച്ച് കണ്ടു പിന്നെ വേറെ എന്തെങ്കിലും പണിക്ക് പോകും, അങ്ങനെയായിരുന്നു സംഭവം. പിന്നെ ആ ചാപ്റ്റർ ഇതിനു മുമ്പ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചതായിരുന്നു. വന്നാലും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് കാണുന്നത്. വന്നാലും കുറച്ചൊക്കെ ഇതിന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് സ്പീഡിലിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരമായി. പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി പിന്നെ പഠിക്കാൻ വേണ്ടി ഇരുന്നു. ആ സമയത്ത് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂഡിൽസ് ഉണ്ടായി തന്നു. പിന്നെ ഞാൻ അങ്ങനെ പഠിച്ചു. ഒരു 9 മണിക്ക് ആയപ്പോഴത്തേക്കും പിന്നെ ഫുഡ് കഴിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് വെള്ളിയാഴ്ച നമ്മളെല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് കവർ ചെയ്തു. അവസാനം സൈലത്തിൻ്റെ ലൈവ് ഉണ്ടല്ലോ 7 മണിക്ക്, ആ ഒരു ലൈവും കണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് പിന്നെ രാവിലെ മോർണിംഗ് ബൂസ്റ്ററും കണ്ട് എക്സാം എഴുതാൻ പോകാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ചാപ്റ്റർ എല്ലാം കംപ്ലീറ്റ് ആക്കാത്തതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഓരോ ക്വസ്റ്റ്യൻസും കുറച്ചും കൂടെ വേഗം പഠിക്കാം. അതുകൊണ്ട് എജുപോർട്ടിൽ ഇങ്ങനെ 1/2 മണിക്കൂർ വെച്ച് ഓരോ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കണ്ട് പഠിക്കാൻ വിചാരിച്ചു. പക്ഷേ ആ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമില്ല. അതിൽ ഇക്വേഷൻസും ഈ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഇട്ട് ആൻസർ കണ്ടുപിടിക്കാൻ അറിയണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ വേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിരുന്നു കണ്ട് അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ 12 ചാപ്റ്റേഴ്സ് എന്തായാലും തീരില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെയിറ്റേജ് അനുസരിച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാമെന്ന്. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് ഉള്ളത് ഫസ്റ്റ് അങ്ങനെ താഴോട്ട് വരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കറണ്ട് പോയി. ആകെ 3 or 4 ചാപ്റ്റേഴ്സും അറിയുള്ളൂ. ഇനി ബാക്കി എന്ത് ചെയ്യും വിചാരിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് വന്നു. പിന്നെ ഞാൻ ബാക്കി ക്ലാസ് കാണാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിന് അവിടെ എത്തി. ഞാൻ വെയിറ്റേജ് അനുസരിച്ചാട്ടോ ചാപ്റ്റേഴ്സ് പഠിക്കുന്നത്. അങ്ങനെ എജുപോർട്ടിൻ്റെ വീഡിയോ കണ്ടു. പിന്നെ ഒരു 3:30 ആയപ്പോഴത്തേക്കും ഞാൻ സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ലെങ്ത് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വെച്ചാണ് ഞാൻ ചെറിയൊരു ക്ലിപ്പായിട്ടായിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, ഉറക്കം വന്നിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു 1 മണിക്കൂർ ഉറങ്ങിയിട്ട് ഇനി ബാക്കി പഠിക്കുക വെച്ചിട്ട് 4 മണിക്ക് കിടന്നിട്ട് 5 മണി ആയപ്പോഴത്തേക്ക് അലാറം വെച്ചിട്ട് എണീറ്റു. എന്നിട്ട് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ കണ്ട് പിന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തു. ഞാൻ ഏറ്റവും വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ ഒരു 8 മണിക്ക് ആയപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ സൈലത്തിലും അങ്ങനെയൊക്കെ ആയിട്ട്, അപ്പോൾ അത് കാണാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ പോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ചാപ്റ്റർ പോലും എനിക്ക് മര്യാദയ്ക്ക് ഫുള്ളായിട്ട് അറിയില്ല. ഇപ്പോൾ അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് ആൻസർ ചെയ്യാൻ അറിയില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു ചാപ്റ്ററിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഇക്വേഷൻസും പിന്നെ 2-3 ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ എക്സാം എഴുതുമ്പോൾ എന്തെങ്കിലും കാട്ടി അവിടെ നിന്നൊക്കെ ഉള്ള അറിയുന്നൊക്കെ എഴുതി വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ശനിയാഴ്ച ഹൈസ്കൂളിലെ സ്റ്റുഡൻസിനൊന്നും എക്സാം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ റോട്ടിൽ കൂടെ ഓടുന്ന സ്കൂൾ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലൈൻ ബസ്സിനാണെങ്കിൽ ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് വേണം പോകാൻ. പിന്നെ മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മണിക്ക് മുമ്പേ സ്കൂളിൽ എത്തണമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാലാണ് നമുക്ക് സ്കൂളിൽ എത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും അറിയില്ലാത്ത കുറച്ച് ആവറേജ് വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് ഞാൻ വേഗം ഓടിച്ച് നോക്കി. എജുപോർട്ടിൻ്റെ 1/2 മണിക്കൂർ ഒരു ചാപ്റ്റർ വീതം എടുക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്പീഡിലിട്ട് കുറച്ച് കണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് മാത്രമായിട്ട് വീഡിയോസ് ഇടുന്നുണ്ടല്ലോ ഈ സൈലത്തിലും എജുപോർട്ടിലും പിന്നെ MS സൊല്യൂഷനും എക്സാമിനിലും അതിലൊക്കെയുള്ള കുറച്ച് 5 minutes 4 minutes അങ്ങനത്തെ വരുന്ന വീഡിയോസൊക്കെ കുറച്ച് അങ്ങനെ കണ്ടു. പിന്നെ ഒരു 11 മണിക്ക് ആയപ്പോഴത്തേക്കും ഞാൻ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ബെയിലി റൈറ്റിംഗ് ബോർഡൊക്കെ വെച്ച് പിന്നെ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ബുക്കും വെച്ചു. പിന്നെ പൗച്ചും പിന്നെ കാൽക്കുലേറ്റർ മറക്കാതിരിക്കാൻ വേണ്ടി പൗച്ചിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വെച്ചു. എന്നിട്ട് പിന്നെ ബുക്കൊക്കെ അലങ്കോലായി കിടക്കുന്നതുകൊണ്ട് ബുക്കൊക്കെ ഒന്ന് അടുക്കി വെച്ച് തുടച്ചിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്കൂളിലോട്ട് പോയി എക്സാം എഴുതി. എക്സാം എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ടഫായിരുന്നു. ആദ്യത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ കുഴപ്പമില്ല. അതിൽ 1 വേർഡൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചെങ്കിലും മാർക്ക് കിട്ടാമെന്ന് വിചാരിക്കുക. പിന്നെ വന്നപ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു മാത്സിൻ്റെ സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.